കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരത്തിൽ പങ്കെടുത്ത പലർക്കും പൊതുവായ ഒരു സംഗതിയുണ്ട്. ഇവരിൽ പലർക്കും NGOകൾ സ്വന്തമായുണ്ട്. വിദേശത്ത് നിന്നും ഈ സംഘടനകളുടെ പേരിൽ ഇവർ കോടികൾ കൈപ്പറ്റുന്നവരാണ്. CJP സമരത്തിൽ ഇവർ പങ്കെടുത്തത് ഇവർക്ക് വിദേശത്തു നിന്നും NGO സംഘടനകളുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന കോടികൾ മുടങ്ങരുത് എന്ന ലക്ഷ്യത്തിലാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിന് തടയിടാൻ വേണ്ടിയാണ് എല്ലാവരും പാറ്റകളുടെ സമരത്തിലും പാർലമെന്റ് മാർച്ചിലും ഒക്കെ പങ്കെടുത്തത്. പല ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളും ഈ സമരം കത്തിക്കാനായി ഉള്ളിലുണ്ടായിരുന്നു. ഇവരുടെ ലക്ഷ്യവും വർഷം തോറും വിദേശത്ത് നിന്നും കിട്ടുന്ന കോടികൾ തടയുന്ന FCRA ബിൽ പാസ്സാകരുത് എന്ന് തന്നെയാണ്. മുതിർന്ന ഇന്ത്യൻ നടിയും ആക്ടിവിസ്റ്റുമായ ഷബാന ആസ്മി 2004 തന്റെ പിതാവും ഇതിഹാസ കവിയുമായ KF ആസ്മി സ്ഥാപിച്ച മിജ്വാൻ വെൽഫെയർ സൊസൈറ്റി എന്ന NGOയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഉത്തർപ്രദേശിലെ മിജ്വാൻ ഗ്രാമത്തിൽ ആസ്ഥാനമായുള്ള ഈ സംഘടന വിദ്യാഭ്യാസം, സ്വാശ്രയത്വം, നൈപുണ്യ വികസനം എന്നിവയിലൂടെ ഗ്രാമീണ സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കോടികളാണ് വിദേശത്തു നിന്നും ഇവർക്ക് ലഭിക്കുന്നത്. പുതിയ FCRA ബില്ലിൽ ഈ NGOയ്ക്ക് വിദേശ ധനസഹായം മുടങ്ങുമോ എന്ന ഭയമുണ്ട്. അതിനാലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരത്തിൽ ഇവർ പങ്കെടുത്തത്. CJP സമരത്തിൽ പങ്കെടുത്ത മറ്റൊരാളായ ഹർഷ് മാന്തർ എന്ന മുൻ IAS ഉദ്യോഗസ്ഥന് 2 NGOകളാണ് ഉള്ളത് എന്നാണ് വിവരങ്ങൾ. ഇതുവരെ കോടികളാണ് വിദേശത്ത് നിന്ന് ഒഴുകിയെത്തിയത് എന്നും സൂചനകളുണ്ട്. അമൻ ബിരാദാരി സെന്റർ ഫോർ ഇക്വിറ്റി സ്റ്റഡീസ് എന്നിവയാണ് ഈ 2 NGOകൾ എന്ന് കേൾക്കുന്നു. മനുഷ്യാവകാശങ്ങൾ, സാമൂഹിക നീതി, മതേതര ഐക്യദാർഢ്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹർഷ് മാന്തറിന്റെ ഈ NGOകൾ മോദി സർക്കാരിനെ വിമർശിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന ആരോപണം ശക്തമാണ്. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കൊടിക്കുന്നിൽ സുരേഷ് MP. വിദേശ സംഭാവന നിയന്ത്രണ നിയമമായ FCRAയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾ മിഷണറി സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, സാമൂഹിക സേവന സംഘടനകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകൾ സംബന്ധിച്ച് അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടിരിക്കുകയാണ് MP. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, അനാഥ സംരക്ഷണം, വയോജന പരിചരണം, ഗോത്രവർഗ ക്ഷേമം, ദുരന്ത നിവാരണം, പുനരധിവാസം, ദാരിദ്ര്യ നിമാർജനം തുടങ്ങിയ മേഖലകളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നിരവധി മിഷണറി സംഘടനകളും വിശ്വാസാധിഷ്ഠിത ജീവകാരുണ്യ സ്ഥാപനങ്ങളും വിദേശ സംഭാവനകളെ ആശ്രയിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പുതിയ നിയന്ത്രണങ്ങൾ അനാവശ്യമായി തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിദേശ സംഭാവനകളുടെ സുതാര്യവും ഉത്തരവാദിത്വപരവുമായ വിനിയോഗം ഉറപ്പാക്കുന്നത് അനിവാര്യമാണ്. എന്നാൽ അതിന്റെ പേരിൽ യഥാർത്ഥ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുണ്ട്. അവർക്ക് അമിതമായ അനുസരണ ചെലവും ഭരണപരമായ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ, പുതുക്കൽ, അനുമതി നടപടികൾക്ക് വ്യക്തവും സമയബന്ധിതവുമായ മാനദണ്ഡങ്ങൾ, ചെറിയതും ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ NGOകൾക്ക് അനുപാതരഹിതമായ കംപ്ലയൻസ് ബാധ്യതകൾ ഒഴിവാക്കൽ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കൽ, പ്രതികൂല തീരുമാനങ്ങൾക്കെതിരെ ഫലപ്രദമായ അപ്പീൽ റിവ്യൂ സംവിധാനം ഉറപ്പാക്കൽ എന്നിവ ഭേദഗതികളിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.